ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വലിലെ മറ്റൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ആർ സബ്മിറ്റഡ് ബൈ മിസ്റ്റർ സാബു ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. 2020-21 അസസ്മെൻറ്റ് ഇയറിലെ കുറച്ച് കാര്യങ്ങൾ സാബു സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും പറയാണ്, യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടാക്സ് ലയബിലിറ്റി ആൻഡ് നെറ്റ് ടാക്സ് ലയബിലിറ്റി. ടോട്ടൽ ഇൻകവും ഗ്രോസ് ടാക്സ് ലയബിലിറ്റിയും നെറ്റ് ടാക്സ് ലയബിലിറ്റിയും ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഗ്രോസ് ടാക്സ് ലയബിലിറ്റിയും നെറ്റ് ടാക്സ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള തുകയാണ് ഗ്രോസ് ടാക്സ് ലയബിലിറ്റി. അതിൽ നിന്നും TDS കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടക്കേണ്ട തുകയാണ് ഇത് നെറ്റ് ടാക്സ് ലയബിലിറ്റി. TDSൻ്റെ എമൗണ്ട് നമ്മൾ അവസാനം കുറയ്ക്കില്ലേ, അതല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് കുറയ്ക്കില്ലേ, അത് രണ്ടും കുറച്ച് കഴിഞ്ഞാലുള്ള എമൗണ്ടാണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി. നമുക്ക് തന്ന ഐറ്റംസ് നോക്കാം. ഒന്നാമത് പറയുന്നത് ഇതാണ്: ഇൻകം ഫ്രം മെഡിക്കൽ പ്രൊഫഷൻ. മെഡിക്കൽ പ്രൊഫഷൻ. അപ്പോൾ ഏതാണ് ഹെഡ്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ 5,68,000 രൂപയുണ്ട്. അടുത്ത് നോക്കി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് ആണ്. സ്റ്റാൻഡേർഡേഷൻ കുറയ്ക്കേണ്ടതില്ല, കമ്പ്യൂട്ടഡ് ആണ്. 38,000 രൂപയുണ്ട്. അഗ്രികൾച്ചറൽ ഇൻകം 15,000 രൂപയുണ്ട് അല്ലേ. ടോട്ടൽ ഇൻകം കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ ഇൻകം കൂട്ടണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 20,000 രൂപയുണ്ട്. പിന്നെയോ ലോട്ടറി വിന്നിങ് ഫ്രം ആസാം സ്റ്റേറ്റ്. ആസാം സ്റ്റേറ്റിലെ ലോട്ടറി വിന്നിങ്സ് നിന്നും 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് ലോട്ടറി ഇൻകം 50,000 രൂപയുണ്ട്. ആസാമാണോ കേരളം എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ സംസ്ഥാനത്തും ലോട്ടറി ഇൻകം ഉണ്ടെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യയിലാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് അടക്കുന്നത്. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. LIC പ്രീമിയം പെയ്ഡ്. LIC പ്രീമിയം പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവിഷൻ അണ്ടർ സെക്ഷൻ 80C കുറയ്ക്കേണ്ട ഒന്നാണ്. നമ്മൾ പറയാണ് പോളിസി ഓഫ് 7 lakh in 2011. 2011 എടുത്തിട്ടുള്ള ഒരു പോളിസിയാണ് ഇത്. അത് പോളിസിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ്. നമുക്കറിയാം 2012 ശേഷമാണ് LIC പ്രീമിയം എടുത്തിട്ടുള്ളതെങ്കിൽ സം അഷ്യൂർഡിൻ്റെ 10% മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കുറക്കാൻ പറ്റും. പക്ഷേ 2012 മുമ്പാണെങ്കിൽ അത് 20% വരെ എക്സംപ്റ്റ് ആണ്. 20% വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കി, 7 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70,000 രൂപയായിരിക്കും അല്ലേ. ഇപ്പോൾ ഇത് 2012 അല്ലെങ്കിൽ 12 ഏപ്രിൽ 1 ശേഷമാണ് തന്നിരുന്നുവെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത് 70,000 രൂപ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. കാരണം 10% കുറക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ 2011 2012 മുമ്പുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ ഈ 7 ലക്ഷം രൂപയുടെ 20% വരെ നമുക്ക് ഡെഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിവിടെ 75,000 കംപ്ലീറ്റ് ആയിട്ട് കുറക്കാൻ പറ്റും. 20% വരെയാണ്. അപ്പോൾ നമുക്ക് അതായത് ഒരു 1,40,000 രൂപ വരെ എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ 75,000 ഉള്ളൂ. അപ്പോൾ 75,000 രൂപ നമ്മൾ കുറക്കണം. 2012 ശേഷമാണെങ്കിൽ 10%, 2012 മുമ്പാണെങ്കിൽ 20% ലിമിറ്റ് എന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെയോ ഇൻകം ഫ്രം കാർഡ് ഗെയിം. കാർഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ഇൻകം പോലെ തന്നെയാണ് അല്ലേ. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. ഇവിടെ ഒന്നും നെറ്റ് എന്നോ കളക്റ്റഡ് ബൈ ബാങ്ക് എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ, ഇവിടെയും പറഞ്ഞിട്ടില്ല. ലോട്ടറി ഇൻകം പറഞ്ഞിട്ടില്ല, ഇല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റ്, കളക്റ്റഡ് ബൈ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു ചില വേർഡ്സ്. അത്തരം വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോസപ്പ് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നേരിട്ടെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഓരോ കാര്യം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കണം: ടാക്സ് ലയബിലിറ്റി ഓഫ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ സാബുവിൻ്റെ ടാക്സ് ലയബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഹെഡ് സാലറിയാണ്. ഇവിടെ സാലറിയുമായി ബന്ധപ്പെട്ടൊന്നും തന്നിട്ടില്ല. രണ്ടാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, കമ്പ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് എഡിഷൻ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് ഔട്ടർ കൊടുത്തേക്ക് എഴുതാം. പിന്നെ ഇൻകം ഫ്രം മെഡിക്കൽ പ്രൊഫഷൻ ആണ് അല്ലേ, ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. അപ്പോൾ നമ്മളത് ഇതാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ എത്രയാണ്? 5,68,000 രൂപയാണ് ഇൻകം ഫ്രം പ്രൊഫഷന്. പിന്നെ ഏതാണ്?
ബിസിനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതെടുക്കുകയാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 20,000 രൂപ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20,000 രൂപ. അടുത്തിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ജസ്റ്റ് അതർ സോഴ്സ് എന്ന് എഴുതി വെക്കുക. അതർ സോഴ്സിൽ എന്തൊക്കെയുണ്ട്? ലോട്ടറി ഇൻകം ഉണ്ട്, ഇൻകം ഫ്രം കാർഡ് ഗെയിം ഉണ്ട്. രണ്ട് ഇതാണ് ലോട്ടറി ഇൻകം. ലോട്ടറി ഇൻകം 50,000 രൂപ. കാർഡ് ഗെയിം ഇൻകം 19,000. ഇൻകം ഫ്രം കാർഡ് ഗെയിം 19,000. രണ്ടും പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 69,000 രൂപ കിട്ടും അല്ലേ? ഇനി ഇവിടെ ഏതെങ്കിലും എടുക്കാണ്ടോ? ഇനി നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, അത് ടോട്ടൽ ഇൻകം കിട്ടിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ LIC പ്രീമിയമാണ്, അത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കുറക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6,95,000 രൂപ കിട്ടും. ഇതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ നിന്നാണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കുറയ്ക്കേണ്ടത്. നമ്മൾ കുറക്കുകയാണ്. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C LIC പ്രീമിയം. LIC പ്രീമിയം എത്രയാണ്? 75,000 രൂപ. 75,000 രൂപ. 6,95,000 രൂപയിൽ നിന്നും 75,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 6,20,000 രൂപ ഉണ്ടാവും അല്ലേ? ഇതാണെന്ത്? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം 6,20,000 രൂപ കിട്ടി. ഇനി ടോട്ടൽ ഇൻകത്തോട് കൂട്ടിയിട്ടാണ് എന്ത് ആഡ് ചെയ്യേണ്ടത്? അഗ്രികൾച്ചർ ഇൻകം. ആഡ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചർ ഇൻകം ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 15,000 രൂപ. അപ്പോൾ 6,20,000 15,000 രൂപയും കൂട്ടുമ്പോൾ 6,35,000 രൂപ കിട്ടും. ഇതാണെന്ത്? അഗ്രിഗേറ്റ് ഇൻകം. ഇതാണ് അഗ്രിഗേറ്റ് ഇൻകം. അഗ്രിഗേറ്റ് ഇൻകം. അഗ്രിഗേറ്റ് ഇൻകം കിട്ടി 6,35,000 രൂപ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് എമൗണ്ട് ചാർജ് ചെയ്യേണ്ട ഏതെങ്കിലും ഐറ്റം ഇതിലുണ്ടോ നോക്കണം. ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഉണ്ട്. 2 ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, അതുപോലെ തന്നെ 2 ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ലോട്ടറി ഇൻകം ആണെങ്കിലും പിന്നെ മറ്റൊരു ഇൻകം കൂടി ഇല്ലേ? ഇതാണ് കാർഡ് ഗെയിമിൽ നിന്നും വന്നിട്ടുണ്ട് ഇൻകം. അതിൻ്റെയും രണ്ടിൻ്റെയും ഒക്കെ എന്ത് ചെയ്യണം? ടാക്സ് ലയബിലിറ്റി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണ് ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി. എന്നിട്ട് ഇതാണ് ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് കാണാം. 20,000 രൂപയുടെ 20% അല്ലേ? 20,000 രൂപയുടെ 20% എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 4,000 രൂപ ഉണ്ടാവും. പിന്നെ ടാക്സ് ഓൺ ലോട്ടറി ഇൻകം ഉണ്ട് അല്ലേ? ലോട്ടറി ഇൻകത്തിന് സെപ്പറേറ്റ് ആണ്. ലോട്ടറിയുടെ എമൗണ്ട് അവിടെ എത്രയാണ്? 50,000 രൂപ. 50,000 രൂപയുടെ 30%, ശരിയല്ലേ? 30% ലോട്ടറിക്ക്. എത്ര ഉണ്ടാവും? 15,000 രൂപ. തീർന്നോ? ഇല്ല, കാർഡ് ഗെയിം കൂടിയുണ്ട്, അതുകൂടി കൂട്ടണം. ടാക്സ് ഓൺ കാർഡ് ഗെയിം എത്രയാണ്? 19,000 അല്ലേ? 19,000ൻ്റെ 30% എത്ര ഉണ്ടാവും? 1919 × 3 5,700 രൂപ ഉണ്ടാവും. 5,700 രൂപ ഉണ്ടാവും 19,000ൻ്റെ 30%. അപ്പോൾ ഫിക്സഡ് പെർസെൻറ്റേജ് കാണേണ്ടത് കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യണം? അതർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അതർ ഇൻകം കാണണം. അപ്പോൾ നമ്മൾ അതർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ് ഇൻകത്തിൽ നിന്നും ഈ എമൗണ്ട് 20,000 50,000 19,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണിത് അതർ ഇൻകം. നമ്മൾ അടുത്ത ഇതാണ് ടാക്സ് ഓൺ അതർ ഇൻകം. അതായത് ഇതല്ലാത്ത അഗ്രിഗേറ്റ് ഇൻകത്തിൽ നിന്നും ഈ ഇൻകംസ് ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് അതർ ഇൻകം എന്ന് പറയുന്നത്. ടാക്സ് ഓൺ അതർ ഇൻകം 5,46,000 രൂപ ഉണ്ടാവും. 5,46,000 രൂപ. ഇനി ഇതിനെ സാധാ പോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്?
ഫസ്റ്റ് 2,50,000 നില്ല്. ഇത് സീനിയർ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് 2,50,000 നില്ല്. നെക്സ്റ്റ് 2,50,000 5%, അതായത് 12,500. ഇനി ബാക്കി എത്ര അവിടെ ലോക്ക് 5 ലക്ഷം കഴിഞ്ഞു. ഇനി അതവിടെ എത്ര ഉള്ളൂ? 46,000 ഉള്ളൂ. നെക്സ്റ്റ് 46,000 അറ്റ് 20%. എത്ര ഉണ്ടാവും? 4,600 ഇൻറ്റു 2. 4,600 ഇൻറ്റു 2 പറഞ്ഞാൽ 9,200. ഈ 9,200 രൂപയാണ് 46,020%. അപ്പോൾ നമുക്ക് ഇയാൾക്ക് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് ഒക്കെ കിട്ടി അല്ലേ? ഇനി ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട തുകകളായിട്ടുള്ള 4,000, 15,000, 5,700, 12,500, 9,200 എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 46,400 കിട്ടും. 46,400 കിട്ടും. ഈ 46,400 രൂപയിൽ നിന്ന് എന്ത് കുറക്കണം? ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം കുറക്കണം അല്ലേ? അപ്പം കുറക്കാണ് ലെസ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം ഇവിടെ എത്രയാണ്? 15,000 രൂപയാണ് അഗ്രികൾച്ചർ ഇൻകം നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അവിടെ 15,000 രൂപ. ഈ 15,000 രൂപയുടെ ടാക്സ് ആണ് കുറയ്ക്കേണ്ടത്. അതെങ്ങനെ എഴുതുക? 2,50,000 പ്ലസ് 15,000 അല്ലേ? ഇതിന് 5%. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2,50,000 രൂപയ്ക്ക് ഇല്ല, പിന്നെയുള്ള 15,000 രൂപക്ക് 5%. 15,000 രൂപയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1,500 ആണ്. അപ്പോൾ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 അപ്പോൾ 46,400 നിന്നും 750 രൂപ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 46,400 നിന്നും 750 രൂപ കുറച്ച് കഴിഞ്ഞാൽ 45,650 കിട്ടും. 45,650 രൂപ കിട്ടും. ഇതിൻ്റെ കൂടെയാണ് ഇനി നമ്മൾ സർചാർജ് അതുപോലെ തന്നെ ടാക്സ് റിബേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സർചാർജിന് ഇവിടെ ടോട്ടലിംഗ് എത്രയാവണം? 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് അല്ലേ? ടാക്സ് റിബേറ്റ് ഇട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിൽ കുറവാകും വേണം. രണ്ടും അല്ല. അപ്പോൾ രണ്ടും കൂടെ അപ്ലിക്കബിൾ അല്ല. നമ്മൾ ജസ്റ്റ് എന്നാലും സർചാർജ് ആഡ് ചെയ്ത് നോക്കുകയാണ്. ആഡ് സർചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 45,650 കിട്ടും. ഈ 45,650 കൂടെ എന്ത് കൂട്ടണം? എഡ്യൂക്കേഷൻ അല്ലേ? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂട്ടണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂട്ടണം. അപ്പം എങ്ങനെ കൂട്ടുക? 45,650 4%. ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അതായത് 45,650 4,650 4%. 1,826 ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി ഇത് രണ്ടും കൂട്ടണം അല്ലേ? 45,650 കൂടെ 1,826 കൂട്ടണം. അപ്പം 47,476 കിട്ടും. ഓക്കെ, ഇനി വേറെന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് എന്തായിട്ട് ഇദ്ദേഹം മൊത്തം ടാക്സ് അടയ്ക്കേണ്ട എഡ്യൂക്കേഷൻസ് എല്ലാം കൂട്ടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടാക്സ് ലയബിലിറ്റി. ഗ്രോസ് ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും TDS എമൗണ്ട് കുറക്കണം. അതായത് ലോട്ടറി ഇൻകത്തിനും അതുപോലെ തന്നെ കാർഡ് ഗെയിംസിനും എന്തുണ്ടാവും? അവിടെ TDS ഉണ്ടാവും, അത് കുറക്കണം. അപ്പോൾ ലെസ് ടാക്സ് ഓൺ ലോട്ടറി ഇൻകം. ലോട്ടറി ഇൻകത്തിൻ്റെ ടാക്സ് എത്ര? ലോട്ടറി ഇൻകത്തിൻ്റെ ടാക്സ്, ലോട്ടറി ഇൻകം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. 50,000 രൂപയുടെ 30% 15,000 രൂപ. അതേപോലെ തന്നെ ടാക്സ് ഓൺ, അതായത് TDS ആട്ടത്, TDS ആണ്. TDS അല്ലെങ്കിൽ ടാക്സ് ഓൺ കാർഡ് ഗെയിം 19,000 രൂപയുടെ 30% എത്രയാണ്? 5,700 രൂപ. ഇപ്പം നേരത്തെ കിട്ടിയിട്ടുള്ള 47,476 നിന്നും 15,000 രൂപയും അതുപോലെ തന്നെ 5,700 രൂപയും കുറച്ച് കഴിഞ്ഞാൽ 26,776 രൂപ കിട്ടും. ഇതാണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി. എന്താണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ടോട്ടലിംഗ് കാണാനാണ്, അത് നമ്മൾ കണ്ടു. പിന്നെ നമ്മളോട് ചോദിച്ചത് ഗ്രോസ് ലയബിലിറ്റി കാണാനാണ്, അത് കണ്ടു. പിന്നീട് ചോദിച്ചത് നെറ്റ് ലയബിലിറ്റിയാണ്, അത് 26,776 കിട്ടി. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യേണ്ടത്.
ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ബൈ ആൻ എംപ്ലോയി ഓഫ് പ്രൈവറ്റ് കമ്പനി ഇൻ മുംബൈ. മുംബൈയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹു വാസ് പ്രൊവൈഡഡ് അക്കമഡേഷൻ എ ഫ്ലാറ്റ് അറ്റ് കൺസെഷൻ റേറ്റ് ഫോർ 10 months ആൻഡ് ഇൻ എ ഹോട്ടൽ ഫോർ 2 months. ഈ കമ്പനി അദ്ദേഹത്തിന് 10 മാസം ഒരു കൺസെഷൻ റേറ്റിൽ ഫ്ലാറ്റിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ബാക്കി 2 മാസം ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 10 മാസം ഫ്ലാറ്റിലും 2 മാസം ഹോട്ടലിലും സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഇതെന്തിനു വേണ്ടി തന്നത്? റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ RFA കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് റെസിഡൻഷ്യൽ അക്കമഡേഷൻ എംപ്ലോയർക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ എംപ്ലോയർക്ക് ഇല്ലാതെ അദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇനി അതല്ല ഏതെങ്കിലും ഹോട്ടലിലാണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 5th സെമസ്റ്ററിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും 6th സെമസ്റ്ററിൽ ആവശ്യമാണ്. കാരണം 5th ബാക്കിയാണല്ലോ 6th വരുന്നത്. അതുകൊണ്ട് ഇനി 5th എക്സാം കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ ബുക്കൊന്നും ഒഴിവാക്കരുത്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തീരെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പിന്നെ ടോട്ടൽ ഇൻകം ആയിട്ടും ടാക്സ് ലയബിലിറ്റി ആയിട്ടൊക്കെ ചോദിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് 5th നിങ്ങൾ പഠിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ ഒഴിവാക്കരുത്. അത് 6th കൂടി കഴിയുന്നത് വരെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹം 10 മാസം ഒരു ഫ്ലാറ്റിലാണ്, 2 മാസം ഹോട്ടലിലാണ്. രണ്ട് ട്രീറ്റ്മെൻ്റ് ആണ് നടത്തേണ്ടത്. പിന്നെ താഴെ പറഞ്ഞ സാലറിയാണ് 5 ലക്ഷം രൂപ സാലറി വന്നിട്ടുണ്ട്. ബോണസ് 76,000 രൂപ വന്നിട്ടുണ്ട്. ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ എക്സെട്ര ബിൽ പെയ്ഡ് ബൈ ദി കമ്പനി. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടറൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? ബില്ല് ആര് കൊടുക്കുന്നുണ്ട്? കമ്പനി കൊടുക്കുന്നുണ്ട്. കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് ഇൻകമായിട്ട് എഴുതണം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇൻകമായിട്ട് ഇത് എഴുതേണ്ടി വരും. പിന്നെ പറയുന്നത് ഇതാണ്, പ്രൊവൈഡഡ് ഫർണിഷ്ഡ് ഫ്ലാറ്റ് പ്രൊവൈഡഡ് ടു എംപ്ലോയി ഫോർ വിച്ച് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ കമ്പനി പെർ ആനം 1,20,000. ഫർണിഷ്ഡ് ഫ്ലാറ്റ്, ഫർണിഷ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? ഫോർ വിച്ച് ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ കമ്പനി പെർ ആനം 1,20,000 എന്നാണ് പറഞ്ഞത്. കമ്പനി 1,20,000 രൂപ എന്ത് കൊടുത്തതിന്? റെന്റ് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? കമ്പനിക്ക് സ്വന്തമായിട്ട് അക്കമഡേഷൻ ഫെസിലിറ്റി ഇല്ല എന്നല്ലേ? കമ്പനിക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ വാടക കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ? കമ്പനിക്ക് സ്വന്തമായിട്ട് അക്കമഡേഷൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? വാടക കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിച്ചിരുന്നത് എന്താണ്? കമ്പനിക്ക് സ്വന്തമായിട്ട് അക്കമഡേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയായിരുന്നു? ജനസംഖ്യാ കണക്കിലൊക്കെ പറഞ്ഞു 7.5%, 10% എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജനസംഖ്യാ കണക്കിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? എന്നാൽ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് റെസിഡൻഷ്യൽ അക്കമഡേഷൻ ഫെസിലിറ്റി ഇല്ല എങ്കിൽ, എന്ത് ചെയ്യും? അവർ വാടക കൊടുക്കും. വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ കമ്പനി വിച്ചർ ഈസ് ലെസ് ഈസ് അലൗഡ് ആസ്, അല്ലെങ്കിൽ വിച്ചർ ഈസ് ലെസ് ഈസ് ടേക്കൺ ആസ് റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ. ഏതാണ്? 15% ഓഫ് സാലറി ആയിട്ട് എടുക്കണം. ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ എത്രയാണ് റെന്റ് കൊടുത്തത്, രണ്ടും കമ്പയർ ചെയ്ത് അതിലേറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് റെന്റ് ഫ്രീ അക്കമഡേഷൻ ആയിട്ട് എടുക്കേണ്ടത്. ശരിയല്ലേ? ഇനി ഇവിടെ രണ്ടാമത് പറയും നോക്ക്, ഹോട്ടൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഫോർ 2 months 50,000. 2 മാസം ഇദ്ദേഹത്തെ താമസിപ്പിച്ചിട്ടുള്ളത് ഹോട്ടലിലാണ്. ഹോട്ടലിൽ റെന്റ് കൊടുത്തിട്ടുള്ളത് 50,000 രൂപയാണ്. ആരാ കൊടുത്തത്? എംപ്ലോയർ 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ വരിക? ഹോട്ടലിൽ നമ്മൾ പഠിച്ചിരുന്നു ഇങ്ങനെയാണ്, 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ വിച്ചെവർ ഈസ് അലൗഡ് ആസ് റെന്റ് ഫ്രീ, വിച്ചെവർ ഈസ് ടേക്കൺ ആസ് റെന്റ് ഫ്രീ അക്കമഡേഷൻ. എന്താണ്? 24% ഓഫ് സാലറി ഓർ ഹോട്ടൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. ഇവിടെ എന്ത് ചെയ്യണം? അതാണ് അപ്ലിക്കബിൾ. നെക്സ്റ്റ് പറയും നോക്ക്, റെന്റ് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 2 എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും എംപ്ലോയിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള അത്രയും തുക എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിൽ എന്ത് ചെയ്താൽ മതി?
ടാക്സ് കൊടുത്താൽ മതി. കാരണം എംപ്ലോയിൻ്റെ പേരിൽ ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ അദ്ദേഹം അടച്ച തുകയ്ക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ലെസ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് പറയുന്നത് റെൻറ്റ് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ള ഈ 10,000 രൂപ നമ്മൾ അവിടെ ഡിഡക്റ്റ് ചെയ്യണം. ഇനിയോ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 1,20,000, 1,20,000 രൂപയുടെ ഫർണിച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതിനായിരിക്കും ഫർണിച്ചർ കൊടുത്തിട്ടുണ്ടാവുക? ഫ്ലാറ്റിന്. ഹോട്ടൽ ഓൾറെഡി ഫർണിഷിംഗ് ആയിരിക്കും അല്ലെ, ഫർണിഷ് ചെയ്തതായിരിക്കും. പക്ഷെ ഫ്ലാറ്റിൽ 1,20,000 രൂപയുടെ ഫർണിച്ചർ അവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യണം. ഇതിവിടെ 12 മാസത്തിന് ആക്കാരം. ഇപ്പോൾ 10 മാസത്തിന് നമുക്കറിയാം 1,20,000 ആണെങ്കിൽ 10 മാസത്തിന് 1,00,000 രൂപയായിരിക്കും. അതിന് 10%, 10,000 രൂപയായിരിക്കും എന്ത് വരിക? കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് ഏതിനാണ്? ഫർണിഷ്ഡ് ഹൗസിൻ്റെ, അതായത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അടുത്തായിട്ട് നോക്ക്, സബ്സ്ക്രിപ്ഷൻ ടു ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആണ്. ഈ സബ്സ്ക്രിപ്ഷൻ ടു NSC 8th ഇഷ്യൂ 80C ആണ്. കോൺട്രിബ്യൂഷൻ ടു RPF 80C കുറക്കാം. അപ്പോൾ ഇത്രയും അമൗണ്ട് 80C കുറക്കാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാൽക്കുലേഷൻ വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. അത് 2 വിധത്തിൽ തന്നിട്ടുണ്ട്. അത് 2 വിധത്തിലും സെപ്പറേറ്റ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പോപ്പുലർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പോപ്പുലർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, റെന്റ് ഫ്രീ അക്കോമഡേഷന്, അതുപോലെ തന്നെ ബിസിനസ് ഇൻകം കാണാൻ, പ്രൊഫഷൻ ഇൻകം കാണാൻ, ഇതൊക്കെ നമുക്ക് ചോദിക്കും. സാലറി ഇൻകം കാണാനും ഒക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് essay ക്വസ്റ്റ്യൻ വരും. അവസാനം ടാക്സ് ലയബിലിറ്റി ആക്കി തരുന്നുള്ളൂ. ടാക്സബിൾ സാലറി ചോദിക്കുന്നതിന് പകരം എന്ത് പറയും? ടാക്സബിൾ സാലറി എന്നാണ് സാധാരണ ചോദിക്കാറില്ല. സാലറിയിൽ നിന്ന് അതല്ല ചോദിക്കുക. അതിൽ നിന്ന് ടാക്സ് ലയബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സാലറി ഇൻകം മാത്രം തരും. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇൻകത്തിന്റെ പ്രോബ്ലം വരിക 6th സെമിസ്റ്ററിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അതിലുള്ള കാര്യങ്ങളെല്ലാം 5th പഠിച്ച കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഇൻകം അതുപോലെ ടാക്സ് ലയബിലിറ്റി കാണാണ്. ഹെഡിങ് കൊടുക്കുകയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി ആണ്. ഇതാണ് ഇൻകം ഫ്രം സാലറി. ഇവിടെ സാലറി ഇൻകം ഉണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് സാലറി എത്രയാണ്? 5 ലക്ഷം. അടുത്തത് ബോണസ് 76,000. അടുത്തത് ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ. ഇലക്ട്രിസിറ്റി ഒക്കെ ഫ്രീ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എംപ്ലോയർ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഫ്രീ കിട്ടിയതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യണം. ഇപ്പോൾ 3 കാര്യങ്ങളായില്ലേ? ഇനി എന്ത് വേണം? റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ത് ചെയ്യുക? ഹെഡിങ് കൊടുക്കുക. ആദ്യത്തെ പറയുന്നത് എന്താണ്? പ്രൊവൈഡ് എംപ്ലോയി ഫിച്ച് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി കമ്പനി പെർ ആനം 1,20,000 രൂപയാണ്. ഫ്ലാറ്റിലാണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. ഫ്ലാറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷന്? കണ്ടീഷൻ എന്താണ്? 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ആണ് ഏതിൻ്റെ കണ്ടീഷന്? റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. എങ്ങനെയാണ് ഇവിടെ? റെൻറ്റ് ആര് കൊടുത്തിട്ടുണ്ട്? മുതലാളി കൊടുത്തിട്ടുണ്ട്. തൊഴിലാളി റെൻറ്റ് കൊടുത്ത് കടയുടെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ മുതലാളി റെൻറ്റ് കൊടുത്തു. മുതലാളിക്ക് സ്വന്തമായിട്ട് അക്കോമഡേഷൻ ഫെസിലിറ്റി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ് ആണ്. അപ്പോൾ ആദ്യം 15% സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്നത് എത്രയെന്ന് അറിയണം. നമുക്കറിയാം റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി, ബോണസ്, കമ്മീഷന് എല്ലാം എടുക്കും. DA പറഞ്ഞാൽ മാത്രം എടുക്കും. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുക്കണം എന്നാണ്. ഏതിൽ? റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ മാത്രമേ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. കമ്മീഷൻ, ബോണസ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ സാലറി എടുക്കുക, ബോണസ് എടുക്കുക. അത് മാത്രമേ പറ്റുള്ളൂ. ഇതൊന്നും പറ്റില്ല. സാലറിയും ബോണസും മറ്റെന്തെങ്കിലും അലവൻസ് ഉണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? സാലറി, ബോണസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം പ്ലസ് 76,000, അതായത് 5,76,000 രൂപയാണ് സാലറി.
പക്ഷെ ഇവിടെ 10 മാസത്തേക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലാറ്റിൽ താമസിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 10 മാസത്തെ എന്ത് കാണണം, സാലറി കാണണം. എന്തുകൊണ്ടാ, 10 മാസം മാത്രമല്ലേ ഫ്ലാറ്റിൽ താമസിച്ച്, 2 മാസം ഹോട്ടലല്ലേ. അപ്പോൾ 10 മാസം സാലറി കാണും. ഇതൊരു വർഷത്തേക്കുള്ള സാലറിയാണ് 5,76,000. 10 മാസത്തേക്കുള്ള സാലറി കാണുമ്പോൾ എത്ര കിട്ടും, 5,76,000 ഇൻറ്റു 10/12 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 10 മാസം സാലറി കിട്ടും. എത്ര ഉണ്ട്, 4,80,000 രൂപയാണ് 10 മന്ത് സാലറി. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ്, ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ എന്നാണ്. ഇവിടെ നോക്ക്, ഫർണിഷ്ഡ് ഫ്ലാറ്റ് പ്രൊവൈഡഡ് ടു എംപ്ലോയി ഫോർ വിച്ച് ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ കമ്പനി പെർ ആനം. ഒരു വർഷത്തേക്കാണ് 1,20,000 രൂപ എന്ത് കൊടുത്തത്, റെന്റ് കൊടുത്തത്. പക്ഷെ ഇവിടെ എത്ര മാസം അദ്ദേഹത്തിന് താമസിക്കുന്നുള്ളൂ, എത്ര മാസമുള്ളൂ, 10 മാസമുള്ളൂ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, 10 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആക്ച്വൽ റെന്റ് എത്രയാണ്, ആക്ച്വൽ റെന്റ് 1,20,000 ഇൻറ്റു 10 മാസത്തേക്ക് ആക്കണം 12, അതായത് 1,00,000 രൂപ ഉണ്ടാവും. 1,00,000 രൂപ ശരിയല്ലേ. ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ 1,00,000 രൂപ. ഇനി 15% സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. 15% സാലറി, അതായത് 4,80,000 15/100 72,000 രൂപ ഉണ്ടാവും. 72,000 രൂപ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, 1,00,000 ആണോ 72,000 ആണോ, ഇതാണ് 72,000 ആണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ എഴുതിക്കുക 72,000. അതായത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ 10 മന്ത്സ്, 10 മാസത്തിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ 72,000 കിട്ടി. ഇനി അടുത്തെന്ത് കാണണം, ഹോട്ടലിൽ താമസിച്ചിട്ട്, ഹോട്ടലിൽ എന്താണ് 2 മന്ത്സ് ആണ്, 2 മന്ത്സ്. അപ്പോൾ അത് ഇതാണ് ഹോട്ടലിൽ 2 മാസമാണ് താമസിപ്പിച്ചിട്ടുള്ളത്. ഹോട്ടലിലത്തെ കണ്ടീഷൻ എന്താണ്, 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, 24% സാലറി കിട്ടണം. സാലറി എന്ന് പറയുന്നത് എത്രയാണ്, ഒരു വർഷത്തേക്ക് 5,76,000 രൂപയാണ്. ഇവിടെ എത്ര മാസത്തേക്കാക്കി മാറ്റണം, 2 മാസത്തേക്കാക്കി മാറ്റണം. എത്ര ഉണ്ടാവും, ഇപ്പോൾ 5,00,000 ഇയർ സാലറി എന്ന് പറയുന്നത് 5,76,000 ഇൻറ്റു 5,76,000 ഇൻറ്റു 2/12 അല്ലേ, 2 മാസത്തേക്ക് ആക്കണ്ട, 96,000 രൂപ കിട്ടും. 96,000 രൂപ കിട്ടും. ഇനി എന്ത് ചെയ്യണം, ആക്ച്വൽ ഹോട്ടൽ റെന്റ് നോക്കണം അല്ലേ. ഹോട്ടൽ റെന്റ് എത്ര ഇവിടെ കൊടുത്തത്, ഹോട്ടൽ റെന്റ് 2 മാസത്തേക്ക് 50,000 ആണ്. ഹോട്ടൽ റെന്റ് 50,000. ഇനി എന്ത് ചെയ്യണം, 24% സാലറി കാണണം. അപ്പോൾ 24% ഓഫ് സാലറി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 96,000 രൂപയാണ്. 96,000 രൂപയുടെ 24% 23,040 കിട്ടും. 23,040 കിട്ടും. അപ്പോൾ ഈ 2 എമൗണ്ട്, അതായത് 24% സാലറി എന്ന് പറഞ്ഞാൽ 23,040 ആണ്. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ഇതിൽ ഏറ്റവും ലെസ് എന്ന് പറയുന്നത് എത്രയാണ്, 23,040 ആണ്. 23,040 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ 2 മന്ത്സ് കിട്ടി. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ 2 മന്ത്സ് എത്രയാണ്, 23,040. 10 മന്ത്സ് 72,000 രൂപയും കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. ആഡ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എത്രയാണ്, 1,20,000 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള കോസ്റ്റ്, ഫർണിച്ചറിന്റെ കോസ്റ്റ് അല്ലേ. പക്ഷെ അത് 10 മാസം മതി നമുക്ക്. 10 മാസത്തേക്കാവുമ്പോൾ എത്രയാവും, 1,00,000 രൂപയാവും. അതിൻ്റെ 10%. അപ്പം നമ്മൾ ചെയ്യാണ് 1,20,000 രൂപയാണ് ഫർണിച്ചറിൻ്റെ വില. അതിനെ 10 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,00,000 രൂപ കിട്ടും. ആ 1,00,000ൻ്റെ 10%ആണ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. എത്ര ഉണ്ടാവും, 10,000 രൂപ. അപ്പോൾ ഈ 3 എമൗണ്ട് കൂട്ടുക, 72,000, അതുപോലെ തന്നെ 23,040, 10,000 എത്ര ഉണ്ടാവും, 1,05,040 ഉണ്ടാവും അല്ലേ. ഇതാണ് അവിടെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. പക്ഷേ ഈ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്നും ഇയാൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 10,000 രൂപ റെന്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. റെന്റ് റിക്കവർ ചെയ്ത 10,000 രൂപ നമുക്ക് കുറക്കണ്ടേ. എംപ്ലോയി ഓൾറെഡി കൊടുത്ത എമൗണ്ട് ആണ്, അത് ഇവിടെ നിന്ന് കുറക്കണം. അപ്പോൾ അത് കുറക്കാണ്. ലെസ് റെന്റ് റിക്കവേർഡ് ഫ്രം
എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് റെൻറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 10,000 രൂപ. കുറച്ച് 95,040. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ വേറെ ഏതെങ്കിലും ഹെഡ് നില്ല ഇൻകം ഉണ്ടോ നോക്കണം. അതോടൊപ്പം തന്നെ സാലറി ഇൻകം കൂട്ടണം അല്ലേ. സാലറി ഇൻകത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ഐറ്റംസ് മാത്രമാണ്. സാലറി, ബോണസ്, പിന്നെ ഫ്രീ ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടിയത്. അതോടൊപ്പം തന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ കൂട്ടാണ് സാലറിൻ്റെ എമൗണ്ട് മൊത്തം, അതായത് 5 ലക്ഷം രൂപ, 76 രൂപ, 44,000, പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇപ്പോൾ എത്ര കിട്ടിയത്? 95,040 കൂട്ടാണ് 7,15,040 കിട്ടും. അതിൽ നിന്നെന്ത് ഓർക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സാലറിക്ക് എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എത്രയാണ്? 50,000 രൂപ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ കുറക്കുമ്പോൾ 6,65,040 കിട്ടും. ഇതിനെന്ത് പേര് കൊടുക്കും നമ്മൾ? ഇൻകം ഫ്രം സാലറി എന്ന് കൊടുക്കും അല്ലേ. ഇനി വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടോ ഇവിടെ? ഹൗസ് പ്രോപ്പർട്ടിന്നോ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ബിസിനസ്സോ പ്രൊഫഷനോ ക്യാപിക്കലോ അങ്ങനെ ഏതെങ്കിലും ഇൻകം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C നമുക്ക് 4 എമൗണ്ട് വർക്കാണ്ട്. ഒരു 6,000 ഉണ്ട്, ഒരു 5,000 ഉണ്ട്, ഒരു 20,000 ഉണ്ട്, ഒരു 36,000 രൂപയുണ്ട്. അതൊക്കെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 67,000 രൂപ കുറക്കാണ്ട്. 67,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 5,98,40 കിട്ടും. ഇതാണ് എന്ത്? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ്. ആദ്യത്തെ 2,50,000 ഫസ്റ്റ് 2,50,000 നില്ല്, നെക്സ്റ്റ് 2,50,000 5%, അതായത് 12,500. പിന്നെ എത്രയുണ്ട്? ബാലൻസ് 98,040 അല്ലേ. 98,040 20%. എത്ര ഉണ്ടാവും? 98,040 20% എന്ന് പറയുന്നത് എത്ര? 19,608. 19,608. ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 32,108 കിട്ടും. ഇവിടെ സർചാർജോ റിബേറ്റോ അപ്ലിക്കബിൾ ആണോ? അല്ല, രണ്ടും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആഡ് ചെയ്യണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്ന് പറഞ്ഞാൽ 1,284 1,284 4% ആഡ് ചെയ്യുമ്പോൾ കിട്ടും 33,392. 33,392 കിട്ടും. അത് 33,390 എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ ഒരു കാൽക്കുലേഷനാണ് സത്യത്തിൽ പഠിച്ചത്. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? തരാം. അപ്പോൾ നിങ്ങൾ 5th സെമസ്റ്ററിൽ പഠിച്ച ഒരു കാര്യം എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. അതൊക്കെ മനസ്സിലുണ്ടായിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ 6th സെമസ്റ്ററിൻ്റെ എക്സാമിന് പോകേണ്ടതും. ഓക്കെ.